കള്ളപ്പണം വെളുപ്പിച്ച കേസിൽ കഴിഞ്ഞ ദിവസമാണ് SDP അഖിലേന്ത്യാ പ്രസിഡന്റ് MK ഫൈസിയെ ED അറസ്റ്റ് ചെയ്തത്. MK ഫൈസിയുടെ അറസ്റ്റിനെ ഇരു കൈയും നീട്ടിയാണ് രാജ്യത്തോട് കൂറും സ്നേഹവുമുള്ള ആളുകൾ സ്വീകരിച്ചത്. ഇതിന് പിന്നാലെ MK ഫൈസി മുമ്പ് നടത്തിയ പ്രസംഗത്തിന്റെ ക്ലിപ്പിംഗ് സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട്. രാജ്യസുരക്ഷയ്ക്കും സമാധാനത്തിനും എത്രത്തോളം ഭീഷണിയാണ് SDP എന്ന് തെളിയിക്കുന്നതാണ് ഇയാളുടെ വാക്കുകൾ. നിരോധിത സംഘടനയായ PFI നടത്തിയ പരിപാടിയിലാണ് ദേശസുരക്ഷയെയും അഖണ്ഡതയെയും വെല്ലുവിളിക്കുന്ന രൂപത്തിലുള്ള ഇദ്ദേഹത്തിന്റെ പ്രഭാഷണം. ഈ രാജ്യത്തെ ഭൂരിഭാഗം വരുന്ന ജനങ്ങളെയും ഭീഷണിപ്പെടുത്തുന്ന നിയമമുണ്ടാക്കിയിട്ട് അമിത്ഷാ പറയുകയാ ഭയപ്പെടേണ്ടെന്ന്. ഞങ്ങൾ ചോദിക്കട്ടെ, ആർക്കാണ് നിങ്ങളെ ഭയം? ഞങ്ങൾക്ക് പറയാനുള്ളത്, ഈ രാജ്യത്തിന്റെ സമാധാനത്തോടുകൂടി, ഈ രാജ്യത്ത് നിങ്ങൾക്ക് സമാധാനത്തോടെ ജീവിക്കണമെങ്കിൽ മുസ്ലിങ്ങളുടെ അനുവാദമില്ലാതെ കഴിയില്ലാത്ത നാടുകളിലേക്കാണ് ഇന്ത്യ രാജ്യം പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനിയും ഞങ്ങളാണ് നിങ്ങളോട് പറയേണ്ടത് ഭയപ്പെടണോ വേണ്ടയോ എന്ന്. ഇതായിരുന്നു ഫൈസിയുടെ വാക്കുകൾ. ജനാധിപത്യത്തെ വെല്ലുവിളിക്കുന്ന, ഇന്നല്ലെങ്കിൽ നാളെ ഇസ്ലാമിക രാജ്യം സ്വപ്നം കാണുന്ന ആ മുസ്ലിങ്ങൾ നിങ്ങളെ അടക്കി ഭരിക്കുന്ന ഒരു ദിനം വരും. അതിനുവേണ്ടിയാണ് ഞങ്ങൾ പ്രയാസപ്പെടുന്നത്, പണിയെടുക്കുന്നത്, പ്രയത്നിക്കുന്നത്, ജീവിക്കുന്നത് എന്ന് തന്നെയാണ് ഫൈസി പറഞ്ഞു വെക്കുന്നത്. അതായത് ഇവിടെ കാഫിറുകൾ ജീവിക്കണമെങ്കിൽ ഞങ്ങളുടെ അനുവാദം വേണം. മുസ്ലിങ്ങൾ പറയും, നിങ്ങൾ ഭയപ്പെടണോ, രാജ്യം വിടണോ, ഒന്നുകിൽ തലയിങ്ങോട്ട് തരൂ, ഞങ്ങൾ എടുത്തോളാം, അതല്ലെങ്കിൽ മതം മാറി ഞങ്ങളിലേക്ക് വന്നോളൂ, അതല്ലെങ്കിൽ മതം വിട്ടുപോയി, രാജ്യം വിട്ടുപോയിക്കോ. ഇത് നിങ്ങൾ നാളെ എന്ത് സമീപനം സ്വീകരിക്കണം എന്നത് ഞങ്ങൾ പറയും എന്നാണ് ഫൈസിയുടെ വാക്കുകളിലുള്ളത്. ഈ പ്രസംഗം നടത്തിയ അതേ സെക്കൻഡിൽ തന്നെ ഇതിനെയൊക്കെ പിടിച്ച് അകത്തിടേണ്ടുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷെ ആരും മുന്നോട്ട് വന്നില്ല. അയ്യോ, SDPI പോപ്പുലർ ഫ്രണ്ട് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ വലിയ സംഭവമാണ്, അതുകൊണ്ട് അവരെ എതിർത്തിട്ട് നമുക്കിവിടെ നിൽക്കാൻ പറ്റുമോ? പ്രത്യേകിച്ച് ഈ മതപ്രീണനമുണ്ടല്ലോ, ഇവരോട് സ്വീകരിക്കുന്ന മൃദു സമീപനമുണ്ടല്ലോ, ഇതാണ് നമുക്ക് തിരിച്ചടിയായി വരുന്നത്. അങ്ങനെ ഈ രാജ്യത്തെ മഹാഭൂരിഭാഗം വരുന്ന ജനങ്ങളെ ഭീഷണിപ്പെടുത്തുന്ന ഒരു നിയമം ഉണ്ടാക്കിയിട്ട് അമിത്ഷാ പറയുകയാ ഭയപ്പെടേണ്ട. അദ്ദേഹം പാർലമെന്റിലെ മുസ്ലിങ്ങളോട് പറഞ്ഞതെന്താ? നിങ്ങൾ ഭയപ്പെടേണ്ട. ഞങ്ങൾ ചോദിക്കട്ടെ, ആർക്കാണ് നിങ്ങളെ ഭയം? ആർക്കാണ് നിങ്ങളെ ഭയമുള്ളത്? പകരം ഞങ്ങൾക്ക് വിനീതമായിട്ട് പറയാനുള്ളത്, ഈ രാജ്യത്തെ സമാധാനത്തോടുകൂടി നിങ്ങൾക്ക് ജീവിക്കണമെങ്കിൽ ഇന്ത്യ രാജ്യത്തെ മുസ്ലിങ്ങളുടെ അനുവാദമില്ലാതെ കഴിയില്ലാത്ത നാളുകളിലേക്കാണ് ഇന്ത്യ രാജ്യം പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി ഞങ്ങളാണ് നിങ്ങളോട് പറയേണ്ടത് ഭയപ്പെടണോ വേണ്ടയോ എന്നത്. അത് ഇന്ത്യ രാജ്യത്തിന്റെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ കണ്ടുകൊണ്ടിരിക്കുന്ന കാഴ്ചകൾ നിങ്ങൾക്ക് കണ്ടില്ലേ? മന്ത്രിമാര് താമസിക്കുന്നത് അതായത് ഇനിയും ഇവിടെ കാഫിറുകളാകുന്ന ആളുകൾ, മതം വിട്ടവർ, ഇതര മതസ്ഥർ, ഇവരൊക്കെ ഇവിടെ ജീവിക്കണമെങ്കിൽ മുസ്ലിങ്ങൾ പറയും, നിങ്ങൾ ഭയപ്പെടണോ വേണ്ടയോ എന്ന്. ജനാധിപത്യത്തെയും ഈ രാജ്യത്തിന്റെ അഖണ്ഡതയെയും മതേതരത്വത്തെയും സുസ്ഥിരതയെയും ബാധിക്കുന്ന രൂപത്തിലുള്ള ഈ പ്രഭാഷണം കാഴ്ചവെച്ചിട്ട് പോലും ഒരാൾക്കും മിണ്ടാട്ടമില്ല. PC ജോർജിന്റെ പിന്നാലെയാണ് ഇവരെന്ത് കാണിച്ചാലും അത് ഹലാൽ പ്രതിഷേധം, അത് സമുദായത്തിന് വേണ്ടി ശരിയെന്ന. ഇവരെയൊക്കെ എത്രയോ നേരത്തെ വീഴ്ത്തേണ്ടതായിരുന്നു എന്ന് ചിന്തിക്കുന്ന ഒരു ദേശീയവാദിയാണ് ഞാൻ. എനിക്കെപ്പോഴും എൻ്റെ രാജ്യത്തിന്റെ നിലനിൽപ്പാണ് പ്രശ്നം. എൻ്റെ രാജ്യത്തിന്റെ നിലനിൽപ്പിനെ ബാധിക്കുന്ന, ബഹുസ്വരതയെ ബാധിക്കുന്ന ഏത് വിഷയമായിരുന്നാലും ശരി, ശക്തമായിട്ടുള്ള ഇടപെടലുകൾ ഉണ്ടാകണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. ഇവിടെ റെയ്ഡ് നടത്തിയപ്പോൾ എന്തുകൊണ്ടാണ് വിളിച്ചു പറഞ്ഞ് അറിയിച്ച് ചെയ്യാത്തത്? പോപ്പുലർ ഫ്രണ്ടിന്റെ റെയ്ഡിലും ഇതേ രൂപത്തിലുള്ള ഒരു ആരോപണമാണ് ഉയർന്നു വന്നത്. നേരത്തെ വിളിച്ചു പറഞ്ഞെങ്കിലല്ലേ ഞങ്ങൾക്കൊരു മുൻകരുതലുകളൊക്കെ എടുക്കാൻ പറ്റൂ. കാരണം ED വരുന്നത് ഇഫ്താർ വിരുന്നിനാണല്ലോ ഇവരുടെ വീടുകളിൽ. അപ്പൊ ഈത്തപ്പഴം, കുറച്ച് ഫ്രൂട്ട്സ്, കഞ്ഞി, പയറ്, പത്തിരി, ബീഫ് ഇതൊക്കെ റെഡിയാക്കി വെക്കണ്ടേ? അതിനുവേണ്ടി നേരത്തെ തന്നെ വിളിച്ചു പറഞ്ഞിരുന്നെങ്കിൽ ഞങ്ങൾ കുറച്ച് കലക്കിയ വെള്ളമൊക്കെ റെഡിയാക്കി, അല്ലെങ്കിൽ കുറച്ച് സംസം വെള്ളമോ അതല്ലെങ്കിൽ തുപ്പിയതോ തൂറിയതോ ഒക്കെ ആയിട്ടുള്ള ഹലാൽ പാനീയങ്ങളൊക്കെ റെഡിയാക്കി വെക്കുമായിരുന്നല്ലോ എന്ന്. എന്ത് വിവരക്കേടാണെന്ന് ഇവരീ പറയുന്നത്. വിദ്യാസാഗർ ഗുരുമൂർത്തി, റെയ്ഡ് നടത്തുമ്പോ ഒന്ന് മുൻകൂട്ടി അറിയിക്കേണ്ടതല്ലേ? അതല്ലേ മര്യാദ?
നോട്ടീസൊന്നും കൊടുക്കാത്തതിലുള്ള വിഷമമാണ് ഇന്ന് കിട്ടിയില്ല. SDPI മാധ്യമങ്ങളോട് പങ്കുവച്ചത്. വളരെ മോശമായിപ്പോയി. അതല്ല, 12 തവണ അയച്ചല്ലോ, സമൻസ് അയച്ചല്ലോ. 12 തവണ അയച്ചു. 12 തവണ സമൻസ് അല്ലേ മൂർത്തി അയച്ചത്? റെയ്ഡിന് ഞങ്ങൾ വരുന്നുണ്ട്, കാറിലും ബൈക്കിലും ഓട്ടോറിക്ഷകളിലും ഒക്കെയായി ഞങ്ങൾ ഇതാ എത്തുന്നുണ്ട് എന്ന ഒരു കുഞ്ഞു വിവരമെങ്കിലും ഒന്നും വേണ്ട, കേരള പോലീസിലെങ്കിലും അറിയിച്ചാൽ പോരായിരുന്നു. എന്നാൽ ഇവർ അറിയുമായിരുന്നല്ലോ. ഈ ഫൈസിക്ക് യാതൊരു താല്പര്യമില്ല പങ്കെടുക്കാനായിട്ട് ഒരു ചോദ്യം ചെയ്യലിന് വിധേയനാവാൻ. ഫൈസി സാഹിബ് ചോദ്യം ചെയ്യലിന് വേണ്ടി പോകുമ്പോഴാണ്, ഡൽഹിയിലേക്ക് പോകുമ്പോഴാണ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തതെന്നാണ് പറയുന്നത്. അതങ്ങനെ മുമ്പത്തെ 11 പ്രാവശ്യം. അപ്പൊ ഇതൊക്കെ ഈ ഇതുമായിട്ട് തട്ടിപ്പൊക്കെ സാധാരണക്കാരെ വിശ്വസിപ്പിക്കാൻ ശ്രമിച്ചിട്ട് അവസാനം കെണിച്ചാടുകയാണ്. എനിക്ക് തോന്നുന്നത് ഇതൊരു ഓർഗനൈസേഷൻ ഡീകൺസ്ട്രക്ടിങ്, അതായത് ഓർഗനൈസേഷനെ കംപ്ലീറ്റ് ആയിട്ട് ഇപ്പോൾ ഉള്ളത് മുഴുവൻ പോയി ധരിപ്പിക്കാൻ വേണ്ടിയുള്ള പിടികൊടുക്കലുകളായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ മുമ്പ് പറഞ്ഞതാണ് ഇത് കാരണം. അതായത് ജിഹാദ്, ഇപ്പൊ നേരത്തെ നമ്മുടെ ആരിഫ് ഹുസൈൻ പറഞ്ഞ സുഹൃത്തുക്കളായ മുസ്ലിം സഹോദരന്മാരോട് പറയാറ്, ശരീരം വൃത്തിയായി സൂക്ഷിക്കുക, ശുദ്ധിയായി സൂക്ഷിക്കുക, അതൊരു ജിഹാദാണ്. നഖം സമയത്തിന് മുറിക്കുക, മൂത്രമൊഴിച്ച കഴുകുക, ഇങ്ങനെയൊക്കെയുള്ള പരിപാടിയൊക്കെ ജിഹാദിന്റെ ഭാഗമാണെന്നാണ് പറയുന്നത്. ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ കുളിക്കുക, അതുപോലെ സമൂഹത്തിന് സേവനം ചെയ്യുക, ഇതൊക്കെ ജിഹാദാണെന്ന് ഡിഫൈൻ ചെയ്താൽ അതിനുള്ളിലൂടെ യു ക്യാൻ സ്മഗിൾ ദി ആക്ച്വൽ ജിഹാദ് വിച്ച് ഇസ് കില്ലിംഗ് പീപ്പിൾ, ഇന്നസെന്റ് പീപ്പിൾ വിതൗട്ട് എനി കൺസേൺ, കോൾഡ് ബ്ലഡഡ് മർഡേഴ്സ്. എല്ലാ തരത്തിലുമുള്ള തെമ്മാടിത്തരങ്ങളും ക്രൂരകൃത്യങ്ങളും കൊലപാതകങ്ങളും ഒളിച്ചു കടത്തുവാനുള്ള ഒരു മറയാണ് ഈ ഡെഫിനിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവരൊക്കെ ഡെഫിനറ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ്. മാർക്സിസം എന്താണ്? ലോകത്ത് പട്ടിണി ഉണ്ടാവരുത്, അസമത്വം ഉണ്ടാവരുത്, ഉച്ചനീചത്വം ഉണ്ടാവരുത് എന്ന് പറഞ്ഞിട്ടുള്ള സംഘടനയാണ്. അതേ സംഘടനയിലെ ഏറ്റവും മൂത്ത നേതാവാണ് ഗൗരിയമ്മ ചോദ്യത്തിന് വിളിച്ചത്. ഞാൻ പറഞ്ഞതിനർത്ഥം ഈ ഡെഫിനേഷൻ കൊണ്ട് കളിക്കുന്ന ഒരു പരിപാടിയുണ്ട്. ഈ ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആ ഡെഫിനേഷൻ പിടിച്ചാൽ മതി, ചെയ്യുന്ന എന്താണെന്ന് പ്രശ്നം. അപ്പൊ ഇത്തരത്തിലുള്ള വലിയ എന്താ പറയാ ഒരു കൈൻഡ് ഓഫ് മാസ്കറൈഡിങ്, അതാണ്. പുറത്തൊരു ചിത്രം കൊടുക്കുക, അകത്തോടെ ചെയ്യുക. അതാണ്. സ്റ്റാലിൻ കൊന്നത്ര ആളുകളെ ഒരാൾ കൊന്നിട്ടില്ലെന്നാ പറഞ്ഞു. സ്റ്റാലിൻ വലിയ കമ്മ്യൂണിസ്റ്റ് ആശയം കൊണ്ട് വന്നിട്ടുള്ള വലിയ നേതാവാണ്. അവരുടെ ഡിവൈഎഫ്ഐയുടെ പടങ്ങളൊക്കെ കാണാം. നമ്മുടെ ഇ.പി. ജയരാജൻ നല്ലോണം വെളുത്തമായിട്ടുള്ളതാണ്. അപ്പൊ ഞാൻ പറഞ്ഞതിനർത്ഥം ഈ ആളുകളെല്ലാം പറയുന്ന ഡെഫിനേഷനിലാണ് അവരുടെ പിടി. അതായത് ഇവർ പറയും ജിഹാദ് എന്ന് പറഞ്ഞാൽ ഒരു കാരണവശാലും മറ്റൊരു മനുഷ്യനെ കൊല്ലാനല്ല. അപ്പൊ നമ്മൾ ചോദിക്കും, അങ്ങനെയാണെങ്കിൽ സൂറത്ത് തൗബയിൽ അവസാനം ഇറക്കപ്പെട്ട ആയത്തില് സൂറത്തില് എന്താണ് പറയുന്നത്? നിങ്ങൾ ഈ വിലക്കപ്പെട്ട ഈ റമളാൻ മാസം അടക്കമുള്ള മാസങ്ങൾ നിങ്ങൾ പ്രാർത്ഥനയുടെ പതിയിരുന്ന ശേഷം ഇവർ എപ്പോൾ പുറത്തിറങ്ങുന്നു? അതായത് ഈ പറഞ്ഞ അവിശ്വാസികളും കാഫിര്യങ്ങളായിട്ടുള്ള എന്നെ പോലെയോ അനിൽജിയെ പോലെയോ ഉള്ള ആളുകൾ പുറത്തിറങ്ങുമ്പോൾ അവരെ വകവരുത്താന്ന് പറയുന്നത്. അപ്പോൾ ഉടനെ സന്ധികൾ തുറന്നിട്ടാണ് പറയുന്നത്. അത് വെട്ടാനുള്ള നിർദ്ദേശം പോലും കൊടുക്കുന്ന ഒരേ ഒരു ദൈവം അല്ലാഹുവാണ്. അക്കാര്യത്തിൽ നമ്മളെ കൃഷ്ണനും രാമനൊക്കെ കുറച്ച് പുറകിലാണ്. അല്ലെങ്കിൽ നമ്മുടെ ഈ ക്രിസ്ത്യാനികളുടെ കർത്താവിന് ഈ ഒരു വിവരം തിരിഞ്ഞിട്ടില്ല. ഇദ്ദേഹം പറയുന്നത് എതിർ ദിശകളിൽ വെട്ടാൻ പറഞ്ഞു. അപ്പൊ ഒരു മനുഷ്യന്റെ വലത്തെ കാല് ഒരു ജിഹാദി വെട്ടിയാൽ ഇടത്തെ കൈയും വെട്ടണം. ഓപ്പോസിറ്റ് ഡയറക്ഷൻ. അയാൾക്ക് ഒന്നും ചെയ്യാൻ പറ്റരുത്. അയാളെ ശരിക്കും പറഞ്ഞാൽ ജീവിതം നിരർത്ഥകമാണ്, അള്ളാഹുൽ വിശ്വസിക്കാത്ത ജീവിതം പാഴാണെന്ന് ഓർത്ത് നരകിച്ച് ഇവിടെ തന്നെ മരിക്കണം. സ്വർഗത്തിൽ വേറെ വെള്ളത്തിൽ പിന്നെ എണ്ണയിലിട്ട് പൊരിക്കുന്ന പരിപാടി വേറെയുണ്ട്. അപ്പൊ ജിഹാദ് എന്ന് പറയുന്നതിന്റെ ഒരു മൂർത്ത രൂപം സമാജത്തിൽ നമ്മൾ കേരളത്തിൽ ആദ്യം കണ്ടത് ഈ മാറാട് കൊലപാതകമല്ല. മാറാട് ജിഹാദ് തന്നെയാണ്. പക്ഷെ മാറാട് കൊലപാതകത്തെക്കാൾ കൃത്യമായി ജിഹാദ് എന്നുള്ളതിന്റെ ഡെഫിനേഷനിലേക്ക് ഈ താലിബാൻ മോഡൽ വന്നത് ജോസഫ് മാഷ കൈവെട്ടലാണ്. കാരണം എഴുതുന്ന അവയവം വെട്ടിക്കളയാം, വലത്തെ കൈ ഇടത്തെ പാദം. അങ്ങനെ ഒരു അള്ളാഹു പറഞ്ഞിരിക്കുകയാണ് എതിർ ദിശകളിൽ വെട്ടാണ് പറഞ്ഞിരിക്കുന്നത്. 5:33. അതെ, 5. അതെ, കറക്റ്റ്. അതെ. അപ്പൊ വലത്തെ കൈയുടെ ഫിംഗേഴ്സ് മാഷ എഴുതി ചോദ്യം എഴുതിയത് വലത്തേക്കാണ്. അപ്പൊ വലത്തെ കൈ ഛേദിക്കുക. ഇനി ആരും അള്ളാഹുവിനെതിരെയും പ്രവാചകനെതിരെയും, അള്ളാഹുവിനെ പറഞ്ഞ കുഴപ്പമില്ല, കാരണം അതൊരു ഇദ്ദേഹത്തിന്റെ തന്നെ ഒരു എന്താ പറയാ ഇൻഫ്ലേറ്റഡ് ഈഗോയുടെ പേരാണ്. പ്രവാചകന്റെ ഒരു ഇൻഫ്ലേറ്റഡ് ഈഗോയുടെ പേരാണ് അള്ളാഹു എന്ന് പറയുന്നത്. അപ്പൊ അള്ളാഹുവിന്റെ എക്സിസ്റ്റൻസിൽ മുസ്ലിങ്ങൾ ആരും യാഥാർത്ഥ്യമായിട്ട് വിശ്വസിക്കുന്ന സംശയമാണ്. കാരണം ശരിക്കും ആ മുസ്ലിങ്ങൾ ഇസ്ലാമിക പ്രമാണങ്ങളെ സംബന്ധിച്ച് ശരിക്കും പഠിച്ചിട്ടാണ് ചാനലുകളിൽ സംവദിക്കാൻ വന്നിരിക്കുന്നത്. അവരുടെ മുമ്പിൽ പെടുന്ന മദ്രസ പൊട്ടന്മാർ ബബ്ബ അടിക്കുവാണ്. ഈ പോപ്പുലർ ഫ്രണ്ടിനെ ന്യായീകരിക്കാതെ ഇവർക്ക് തരമില്ല. പക്ഷേ വസ്തുതകളുണ്ടോ? ഇല്ല. അവർ പറഞ്ഞാൽ അവർ പുറത്തു. പക്ഷെ മുഹമ്മദിനെ പറഞ്ഞാൽ അവർ കൊന്നുകളയും. അതിനുള്ള ലോകത്ത് ഒരുപാട് തെളിവ്, സൽമാൻ റുഷ്ദി അടക്കമുള്ള തെളിവുകളുണ്ട്. അത് മതപരം. അപ്പൊ ഞാൻ പറയുന്നത് വലത്തെ കൈ വെട്ടി ഇടത്തെ കൈ വെട്ടുക എന്ന രീതിയിൽ പറഞ്ഞു കൊടുക്കുന്ന ദൈവം. അപ്പൊ അതെന്താണ്? അത് ഈ പറഞ്ഞ പോലെ ശരീരം ശുദ്ധിയാക്കി വെക്കലാണോ, അതോ പിന്നെ ബ്ലഡ് കൊടുക്കലാണോ, അല്ലെങ്കിൽ പിന്നെ ഓട വൃത്തിയാക്കലാണോ, സാമൂഹ്യ സേവനമാണോ? അത് ഞാൻ ഇവിടെ വായിച്ചത്. ഇപ്പൊ ഇവര് PFI ഈ പിടിക്കപ്പെട്ട ഫൈസിക്ക് എഴുതിയ ഒരു കത്തിൽ പറയുന്നുണ്ട്, while engaging in social and political activities, the aim is to promote jihad without resorting to fear tactics like issuing fatwas. ഫത്വകൾ ഇറക്കരുത്. ഈ താലിബാൻ കുടുങ്ങി പോയത് അനങ്ങിയ ഫത്വ ഇറക്കി കളി. ഇപ്പൊ ഈ പിന്നെ നമ്മുടെ ഏതൊരു സിനിമയുണ്ട്, ഈ ആലിന്റെ ചോട്ടിൽ ഇരുന്നിട്ട് നാട്ടുകൂട്ടം പോലെ ഇരുന്നിട്ട് പറയും ഇനി, അതായത് പാകിസ്ഥാനിലൊക്കെ ഫത്വ കോടതികൾ ബഹുരസമാണ് ഈ ശരിയ പ്രകാരം. പാകിസ്ഥാനിൽ വന്ന റിയൽ കേസാണ്. ടൈംസ് മാഗസീൻ ലണ്ടനിൽ അവർ ഇത് പ്രസിദ്ധീകരിച്ചിരുന്നു. കാരണം ആ സമയത്ത് ഒരു മുസ്ലിം സ്ത്രീ കുറെ കാലമായിട്ട് അവരുടെ സ്വന്തം വീട്ടിൽ പോകണമെന്ന് ഭർത്താവോട് പറഞ്ഞാൽ വിട്ടില്ല. അപ്പൊ അവര്
അഫ്ഗാനിസ്ഥാനിൽ ഇയാൾ പുറത്തു പോയ സമയത്ത് സ്വന്തം വീട്ടിലേക്ക് പോയി, വഴിയിൽ ഇയാൾ പിടിച്ചു. ഇയാൾ ചെയ്തെന്നറിയോ? ആ സ്ത്രീയുടെ മൂക്ക് മുറിച്ചു കളഞ്ഞു. അപ്പൊ ഇവര് മുറിക്കപ്പെട്ട മൂക്ക് ഓട്ടം അവിടെ കാണാൻ ആ ചിത്രമായിരുന്നു ആ സമയത്ത് ലോകത്തെ ഏറ്റവും പ്രസിദ്ധമായ ടൈംസ് മാഗസിന്റെ ഫ്രണ്ട് പേജ്, കവർ പേജ് ആയിട്ട് വന്നത്. എന്നിട്ട് ലണ്ടനിൽ അവരെ കൊണ്ടുപോയി ചികിത്സ കൊടുത്തു, വിദ്യാഭ്യാസമുള്ള നാടുകളിലും ചികിത്സ കൊടുത്തു. അപ്പൊ ഈ പറഞ്ഞതിന്റെ അർത്ഥം ഇവർ പറയും സ്ത്രീകളെ ഞങ്ങൾ ഏറ്റവും ബഹുമാനത്തോടെ കാണുന്നു. അപ്പൊ ഇങ്ങനെ ഒരു അപകടം പിടിച്ച ഒരു ഡെഫിനിഷനിലാണ് അപ്പൊ നമ്മളെ PC ജോർജിനെ അറസ്റ്റ് ചെയ്തു കഴിഞ്ഞ ദിവസം. പോലീസിന് എന്തൊരു ഉത്സാഹമായിരുന്നു PC ജോർജിനെ അറസ്റ്റ് ചെയ്ത്. എന്തുകൊണ്ടാണ് PC ജോർജ് അറസ്റ്റ് ചെയ്യപ്പെടുന്നത്? അപ്പൊ മതവിമർശനം എന്ന് പറയുന്നത് ആരും ചെയ്യരുത് എന്നത് ഇസ്ലാമിന്റെ അവശ്യമായ ഒരു കാര്യമായി വന്നിരിക്കുകയാണ് ഈ 21ാം നൂറ്റാണ്ടിൽ. കാരണം ആരിഫ് മുഹമ്മദിനെ പോലുള്ള, ആരിഫ് ഹുസൈനെ പോലുള്ള ആളുകൾ ഇവിടെ ഈ പരിപാടി തന്നെ ഏറ്റെടുത്തതിന് ശേഷം ഇവർക്ക് വേറെ റണ്ണിംഗ് ഫോർ കവേഴ്സ്, ഒളിക്കാൻ ഇടവല്ലാതെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. എന്ത് പറഞ്ഞാൽ ഇവന്മാർക്ക് ഉത്തരവുണ്ട്. എന്തും മുന്നേ ചോദിച്ചാലും ആരിഫ് ഹുസൈൻ ഉത്തരവുണ്ട്, അല്ലെങ്കിൽ പിന്നെ രവിചന്ദ്രൻ ഉത്തരം പറയുന്നത്, അല്ലെങ്കിൽ മറ്റൊരാൾ ഉത്തരം പറയുന്നത്. ഇത് വലിയ അബദ്ധം. മറ്റൊരു മതം ഇങ്ങനെ വേട്ടയാടപ്പെടുന്നില്ല എന്ന് ഇവർ പറഞ്ഞ സത്യമാണ്. അത് ഏതർത്ഥത്തിലാണ്? ഇവർ തന്നെ ചെയ്തു വെച്ചിട്ടുള്ള മണ്ടത്തരങ്ങളുടെ അല്ലെങ്കിൽ ഇവരുടെ ഗ്രന്ഥങ്ങളിലുള്ള സാമൂഹിക വിരുദ്ധമായ അല്ലെങ്കിൽ മനുഷ്യന് ജീവിക്കാനുള്ള അവകാശമാണ് അടിസ്ഥാനമായത്, റൈറ്റ് ടു ലിവ്. അതിനെ ചോദ്യം ചെയ്യുന്ന സൂക്തങ്ങൾ എടുത്ത് കളയപ്പെടണം എന്നുള്ളത് സമാധാനം ആഗ്രഹിക്കുന്ന, ബഹുസ്വരത ആഗ്രഹിക്കുന്ന സമൂഹങ്ങൾക്കെല്ലാം ആവശ്യമാണ്. ഇപ്പൊ പോപ്പുലർ ഫ്രണ്ടിനെ പോലെ ഓർഗനൈസേഷൻ പറയുമ്പോൾ എന്തിനാണ് ഇസ്ലാമിനെ പറയുന്നത് ഒരു ചോദ്യം വരാം. പോപ്പുലർ ഫ്രണ്ടിനകത്ത് തുറന്നു പറയുന്നു ഞങ്ങളുടേത് ഇസ്ലാമിക ആശയമാണ്, ഇസ്ലാമിക രാഷ്ട്ര സ്ഥാപനമാണ്, അവരുടെ അടിസ്ഥാനപരമായ ആവശ്യം ആത്യന്തികമായ ലക്ഷ്യം. പോപ്പുലർ ഫ്രണ്ടുകാർ പ്രൊവൈഡ് ചെയ്യുന്നതാണ് ശരിയായിട്ടുള്ള ഇസ്ലാം. ഖുർആനിന്റെ നിയമം അനുസരിച്ച് 5-ാം അധ്യായമായ സൂറ മാഇദയിലെ 33-ാമത്തെ വചനമനുസരിച്ച് അള്ളാഹുവിനെയോ അവന്റെ റസൂലിനെയോ ധിക്കരിക്കുകയോ നിഷേധിക്കുകയോ ചെയ്യുന്നവരുടെ എതിർദിശകളിൽ നിന്ന് കൈകാലുകൾ ഛേദിക്കണമെന്ന് ഖുർആനിന്റെ അധ്യാപനം ഈ കേരളത്തിൽ പാസാക്കി കാണിച്ചത് പോപ്പുലർ ഫ്രണ്ടാണ്. പോപ്പുലർ ഫ്രണ്ട് ശരിയായ മുസ്ലിങ്ങളല്ല എന്ന്, ശരിയായ വിശ്വാസികളല്ല എന്ന് പറയാൻ ഇവർക്ക് കഴിയില്ല. അതേപോലെ ഫൈസിയുടെ നമ്മളിപ്പോൾ കണ്ട പ്രഭാഷണം തെറ്റാണ് എന്ന് പറയാൻ മുസ്ലിങ്ങൾക്ക് സാധിക്കില്ല. കാരണം അവരും ഇന്നല്ലെങ്കിൽ നാളെ പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുന്നത് ഒരു ഇസ്ലാം മതരാഷ്ട്രമാണ്. മുസ്ലിങ്ങൾ കാഫിറുകളെ നിയന്ത്രിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകണം. കാഫിറുകൾ ഭയപ്പെടണോ വേണ്ടയോ, അവരെന്തനുസരിച്ച് ജീവിക്കണം, അവരുടെ തലയെടുക്കണോ കാലെടുക്കണോ കൈയെടുക്കണോ എന്ന് ഇവിടെ മുസ്ലിങ്ങൾ തീരുമാനിക്കുന്ന ഒരു ദിവസത്തിന് വേണ്ടി ലോകം മുഴുവനും ഇസ്ലാമിന്റെ കാൽ കീഴിലാക്കുന്നതിന് വേണ്ടിയാണ് ഇവരിറങ്ങി പുറപ്പെട്ടിരിക്കുന്നത്. നന്ദി.